സയൻസിൽ ഉപരിപഠനത്തിലുള്ള ജാം 2025 ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് 2020 ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പരീക്ഷ നടത്തുന്നത് IIT ഡൽഹിയാണ്. ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് 2022 സെപ്റ്റംബർ 3 മുതൽ ഒക്ടോബർ 11 വരെ ഇതിനുള്ള അവസരമുണ്ട്. ഈ വർഷത്തെ പരീക്ഷ 2025 ഫെബ്രുവരി 2 തീയതി ആയിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. IIT അതുപോലെ IISc അതുപോലെ NIT എന്ന തുടങ്ങിയ സ്ഥാപനങ്ങളിലെ MSc കോഴ്സുകൾ, MSc MTech പ്രോഗ്രാംസ്, MS റിസർച്ച്, MSc MTech ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ്, ജോയിന്റ് MSc PhD അതുപോലെ MSc PhD ഡ്യുവൽ ഡിഗ്രി എന്നീ പറഞ്ഞുള്ള ഏകദേശം 3000-ഓളം സീറ്റുകളുടെ പ്രവേശനം ജാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൂടാതെ കേന്ദ്ര സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്ന മറ്റ് പല സ്ഥാപനങ്ങളും ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ബാംഗ്ലൂരു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി വിശാഖപട്ടണം, സന്ത് ലോങ്കവാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പഞ്ചാബ്, അങ്ങനെ പല സ്ഥാപനങ്ങളിലെയും കോഴ്സിലെ പ്രവേശനത്തിനുള്ള നടപടികൾ ജാമിൻ്റെ സ്കോറിന് അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു ഈ വർഷത്തെ പരീക്ഷ നടന്ന IIT ഡൽഹിയാണ്. അവരുടെ അഡ്രസ്സ് ദ ചെയർമാൻ ജാം 2025 ഗേറ്റ് ജാം ഓഫീസ് IIT ഡൽഹി 110016 എന്നുള്ളതാണ്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 01126591749 എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വെബ്സൈറ്റിൽ ലഭിക്കുമായിരിക്കും. ഈ ജാമിൻ്റെ വെബ്സൈറ്റ് എന്നുള്ളത് https:/jam2025.iitd.ac.in എന്നുള്ളതാണ്. ഇനി എക്സാമിനേഷൻ സെൻറ്ററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ 2 സോണുകളായിട്ട് സെൻറ്ററുകളുണ്ട്. മദ്രാസ് സോണിൻ്റെ കീഴിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം എന്നീ സെൻറ്ററുകളുണ്ട്. ഇനി ബാംഗ്ലൂർ സോണിൻ്റെ കീഴിലാണെങ്കിൽ തൃശ്ശൂർ, വടകര, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ എന്നീ സെൻറ്ററുകളുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും സോണിലെ 3 സെൻറ്ററുകൾ നമ്മൾ ചൂസ് ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇപ്പോൾ 2025 ഫൈനൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതാത് ഏത് സ്ഥാപനങ്ങളാണ് പ്രവേശനം നടക്കുന്നത് അവരുടെ സമയക്രമം അനുസരിച്ച് നമ്മൾ മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മതിയാവും. പ്രായപരിധി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ പരീക്ഷ എഴുതാനായിട്ട് കഴിയും. അപേക്ഷാ ഫീസുണ്ട്. ഒരാൾക്ക് 2 കോഴ്സിന് 2 പേപ്പറിന് വരെ അപേക്ഷിക്കാൻ കഴിയും. ഒരു പേപ്പറിനാണെങ്കിൽ 1800 രൂപയാണ് അപേക്ഷാ ഫീസ്. 2 പേപ്പറും കൂടി 2500 രൂപയേ ഉള്ളൂ. എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സും SC/ST കാൻഡിഡേറ്റ്സിനും ഒരു പേപ്പറേ ഉള്ളെങ്കിൽ 900 രൂപയും 2 പേപ്പറിനും കൂടി 1150 രൂപയും കൊടുത്താൽ മതിയാവുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. 2 പേപ്പർ എഴുതുന്നവരും ഒരു അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതിയാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ട് മാർച്ച് 19 പബ്ലിഷ് ചെയ്യുകയും റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ മാർച്ച് 25 പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി, ജാം സ്കോർ ലഭിച്ചാലും ഏപ്രിൽ 2025 ഏപ്രിൽ 2 മുതൽ നിങ്ങൾക്ക് മറ്റേത് സ്ഥാപനങ്ങളിലാണോ കോഴ്സിൽ ചേരുന്നത് അവിടെയൊക്കെ പ്രത്യേകം അപേക്ഷ നൽകണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. താല്പര്യമുള്ളവരൊക്കെ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 11 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയും.